ഓം ശാന്തി 19/8/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ജ്ഞാനം ധാരണ ചെയ്തുകൊണ്ടിരിക്കൂ. എങ്കിൽ അന്തിമത്തിൽ നിങ്ങൾ ബാബയ്ക്ക് സമാനം ആയിത്തീരും. ബാബയുടെ മുഴുവൻ ശക്തിയും നിങ്ങൾക്ക് സംഗ്രഹിക്കാൻ സാധിക്കും. ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലും ആഴത്തിലും അറിയാൻ സാധിക്കുന്നത് അവരുടെ പെരുമാറ്റത്തിലൂടെയും മനോഭാവത്തിലൂടെയും ഒക്കെയാണ്. നമ്മൾ ബാബയെ പൂർണ്ണമായും തിരിച്ചറിയുന്നത് മുരളിയിലൂടെയാണ്, അതായത് ഈ ജ്ഞാനത്തിലൂടെയാണ്. ഈ ജ്ഞാനം നാം എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രയും ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് സഹജമായി തീരുന്നു. എത്ര ജീവിതത്തിൽ കൊണ്ടുവരുന്നുവോ അത്രയും നാം ബാബയ്ക്ക് സമാനമായി തീരുന്നു. ബാബയ്ക്ക് സമാനമായി തീരുന്നതിലൂടെ ബാബയുടെ മുഴുവൻ ശക്തിയെയും നമ്മൾക്ക് സംഗ്രഹിക്കാൻ സാധിക്കും, അതായത് നമ്മൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. ചോദ്യം: ഏത് 2 വാക്കുകളുടെ സ്മൃതിയിലൂടെ സ്വദർശന ചക്രധാരിയാകാൻ സാധിക്കും? ഉത്തരം: ഉയർച്ചയും താഴ്ചയും, സതോ പ്രധാനവും തമോ പ്രധാനവും, ശിവാലയവും വേശ്യാലയവും. ഈ 2 കാര്യങ്ങൾ സ്മൃതിയിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വദർശന ചക്രധാരി ആയി തീരും. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ജ്ഞാനം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നു. ഭക്തിയിൽ ജ്ഞാനമില്ല. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതിനുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭക്തി മാർഗമല്ലെങ്കിലും ഹൃദയം സന്തോഷിപ്പിക്കുന്നതിനുള്ള മാർഗമാണ്. മുഴുവൻ ചക്രവും 2 വാക്കുകളിൽ ഒതുങ്ങുന്നു. ആ 2 വാക്കുകളാണ് ഇന്ന് ബാബ പലതരത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഉയർച്ചയും താഴ്ചയും, സതോ പ്രധാനവും തമോ പ്രധാനവും, ശിവാലയവും വേശ്യാലയവും, സ്വർഗവും നരകവും. ഇങ്ങനെ അനേകം വാക്കുകളുണ്ട്. ഈ ഇരട്ട വാക്കുകൾ നമ്മൾക്ക് ഓർമ്മയുണ്ട് എങ്കിൽ നമ്മൾ സ്വദർശന ചക്രധാരി ആവുകയാണ്. ഇത് ഉയർച്ചയുടെയും താഴ്ചയുടെയും കളിയാണ്. ഈ നാടകത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നതിന് തീർച്ചയായും നാം സ്വദർശന ചക്രധാരി ആകണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾക്ക് ഓരോ കാര്യവും, ഈ സൃഷ്ടി നാടകത്തിൻ്റെ ഓരോ ചലനവും നമ്മൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇന്ന് ബാബ വ്യക്തമാക്കുകയാണ്, ഭക്തിയിൽ ജ്ഞാനമില്ല. ഭക്തിയിൽ മനസ്സിനെ സന്തോഷിപ്പിക്കാനായി മാത്രം ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു, ഓരോ ആചാരങ്ങൾ ആചരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മാവിന് ഉന്നതിയൊന്നും ഉണ്ടാകുന്നില്ല, മറിച്ച് അധോഗതിയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടെന്നാൽ ഭക്തി എന്നാൽ സ്വയം തനിക്ക് ബഹുമാനം നൽകാതെ, അതായത് സ്വമാനത്തിലിരിക്കാതെ മറ്റുള്ളവർക്ക് ബഹുമാനം നൽകുകയാണ്. അത് ഈശ്വരനായാലും ദേവീ ദേവതകളായാലും ആര് തന്നെ ആയാലും. ബഹുമാനം കൊടുക്കുന്നതിൻ്റെ നിയമം തന്നെ സ്വമാനത്തിലിരുന്ന് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കണം എന്നാണ്. ആരുടെ അടുക്കലാണോ എന്തെങ്കിലും ഉള്ളത് അവർക്കാണ് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുന്നത്. സ്വന്തമായി ഇല്ല എങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് നൽകാനാണ്? അതുകൊണ്ടാണ് ഭക്തി മാർഗത്തിൽ മനസ്സിനെയും ഹൃദയത്തെയും ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എല്ലാ ആചാരവും ശാസ്ത്രവായനയും തപസ്സും ദാനവും പുണ്യവും എല്ലാം ഉള്ളത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ അന്തിമ ജന്മത്തിൽ സർവപ്രാപ്തികളും മുന്നിൽ വെച്ച് പവിത്രമായി കാട്ടണം. മായയുടെ വിഘ്നങ്ങളിൽ തോറ്റുപോകരുത്. 2. തൻ്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും മുന്നിൽ വെച്ച് പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ഏതുപോലെ ബ്രഹ്മബാബ പുരുഷാർത്ഥം ചെയ്ത് നരനിൽ നിന്ന് നാരായണനാകുന്നു, ഇതുപോലെ ഫോളോ ചെയ്ത് സിംഹാസനസ്ഥരാകണം. ആത്മാവിനെ
സതോപ്രധാനമാക്കുന്നതിന് പരിശ്രമിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ അന്തിമ ജന്മത്തിൽ നമ്മൾക്ക് എന്തെല്ലാം പ്രാപ്തികളാണ് കിട്ടുന്നത്? ജ്ഞാനമുണ്ട്, ഗുണങ്ങളുണ്ട്, ശക്തികളുണ്ട്, സത്യയുഗത്തിൻ്റെ സമ്പത്തുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് പ്രാപ്തിയായി ലഭിക്കുകയാണ്. ഇവയെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് പവിത്രമാകണം. എന്താണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നത് ഓർമ്മയുണ്ടെങ്കിൽ പരിശ്രമത്തിൻ്റെ കാഠിന്യം അനുഭവപ്പെടില്ല. മാത്രമല്ല, മായയുടെ കൊടുങ്കാറ്റിൽ അല്ലെങ്കിൽ വിഘ്നങ്ങളിൽ തോറ്റുപോവുകയും ഇല്ല. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശ്യം എന്താണ്, ഇതെപ്പോഴും മുന്നിൽ വയ്ക്കണം. അതിനനുസരിച്ച് പുരുഷാർത്ഥം ചെയ്യണം. ഏതുപോലെ ബ്രഹ്മബാബ പുരുഷാർത്ഥം ചെയ്ത് നരനിൽ നിന്ന് നാരായണനായി. ബ്രഹ്മബാബയ്ക്ക് താൻ ശ്രീകൃഷ്ണനാകാൻ പോകുന്നു എന്നതിൻ്റെ വളരെയധികം സന്തോഷം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മളും ബ്രഹ്മബാബയെ ഫോളോ ചെയ്ത് സിംഹാസനസ്ഥരാകണം. നമ്മൾ ആത്മാവിനെ തന്നെ നമ്മുടെ യഥാർത്ഥ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. അതായത് സതോ പ്രധാനമാകുന്നതിന് പരിശ്രമിക്കണം. വരദാനം: അധികാരിയായി പ്രശ്നങ്ങളെ കളിയിൽ മറികടക്കുന്ന ഹീറോ പാർട്ട്ധാരിയായി ഭവിക്കട്ടെ. എങ്ങനെയുള്ള പരിതസ്ഥിതിയാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, എന്നാൽ പ്രശ്നങ്ങൾക്ക് അധീനമല്ല, അധികാരിയായി പ്രശ്നങ്ങളെ മറികടക്കണം. കളിയിൽ മറികടക്കുന്നത് പോലെ. പുറമേ ഒരു പക്ഷേ കരയാനുള്ള പാർട്ടായിരിക്കാം, എന്നാൽ ഉള്ളിൽ ഇതെല്ലാം കളിയാണ്. ഇതിനെയാണ് ഡ്രാമ എന്ന് പറയുന്നത്. ഈ ഡ്രാമയിൽ നമ്മൾ ഹീറോ പാർട്ട്ധാരിയാണ് എന്ന് ഉള്ളിലുണ്ടായിരിക്കണം. ഹീറോ പാർട്ട്ധാരി അർത്ഥം കൃത്യമായി പാർട്ട് അഭിനയിക്കുന്നവർ. ഇതിനാൽ കടുത്ത പ്രശ്നങ്ങളെയും കളിയെന്ന് മനസ്സിലാക്കി ഭാരമില്ലാത്തത് ആക്കൂ. ഒരു ഭാരവും ഉണ്ടാകരുത്. ഈ വിശ്വനാടകത്തിൽ നമ്മൾ ഓരോരുത്തരും ഹീറോ പാർട്ട്ധാരിയാണ്. ഹീറോ പാർട്ട്ധാരി എന്നാൽ കൃത്യമായി എല്ലാ പാർട്ടും അഭിനയിക്കുന്നവരാണ്. എങ്ങനെയുള്ള പാർട്ട് തന്നെയായാലും നന്നായി അഭിനയിക്കുക. എന്നാൽ അധികാരിയായി എല്ലാ വിഘ്നങ്ങളെയും പ്രശ്നങ്ങളെയും പരിതസ്ഥിതിയെയും മറികടക്കണം. അധീനമായി അല്ല. ഒരു പ്രശ്നത്തെയും പരിതസ്ഥിതിയെയും ഭാരമുള്ളത് ആക്കാതെ, ഭാരമെടുക്കാതെ അതിനെ അധികാരിയായി മറികടക്കണം. സ്ലോഗൻ: സദാ ജ്ഞാനം സ്മരിച്ചുകൊണ്ടിരിക്കൂ, എങ്കിൽ സദാ ഹർഷിതരായിരിക്കും. മായയുടെ ആകർഷണത്തിൽ നിന്നും രക്ഷപ്പെടും. ആരാണോ മനസ്സിൽ ജ്ഞാനം സ്മരിക്കുന്നത് അവർക്ക് വ്യർത്ഥം ചിന്തിക്കുന്നതിനുള്ള സമയമുണ്ടാകില്ല. ഒപ്പം വ്യർത്ഥം രുചികരമായി അനുഭവപ്പെടുകയുമില്ല. കാരണം ജ്ഞാനം സ്മരിച്ച് അതിൻ്റെ രസം വന്നിരിക്കുകയാണ്. ഇതിനാൽ ഒരിക്കലും മായയുടെ ആകർഷണത്തിൽ പെടില്ല. പകരം സദാ ഹർഷിതമായി ഇരിക്കും. ഓം ശാന്തി.